വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. അതായത് റവാപ്പുട്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റവാപ്പുട്ടിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഇട്ടിട്ട് ഞാൻ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. റവയില്ലാത്ത വീട് ഉണ്ടാവില്ല. പഴയ എക്സ്ക്യൂസ് ഇനി എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ സോഫ്റ്റ് ആയിട്ടുള്ള റവാപ്പുട്ട് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള അതേസമയം സോഫ്റ്റ് ആയിട്ടുള്ള റവാപ്പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ 240 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ്സാണോ ആ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് റവ. 1 ഗ്ലാസിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റവ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ റവ വറുത്തിട്ടുണ്ടെങ്കിലാണ് ആ പുട്ടിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു നല്ലൊരു വാസന വരും. അപ്പോൾ ആ റവ വറക്കാണ്ടും പുട്ടുണ്ടാക്കാറുണ്ട്, വറുത്തിട്ടും പുട്ടുണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം റവ വറുത്തിട്ടുണ്ടാക്കുന്ന പുട്ടാണ്. അതേസമയം ഞാൻ ഗോതമ്പ് പുട്ടുണ്ടാക്കുമ്പോൾ ഗോതമ്പ് വറക്കാറില്ല. അപ്പോൾ എന്നോട് കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് പുട്ടിൻ്റെ വീഡിയോയിൽ ഗോതമ്പ് എന്തോ വറക്കാത്തതെന്ന്. പക്ഷേ എനിക്ക് ആ വറക്കുന്ന സ്മെൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വറക്കാത്തത്. അതേസമയം നിങ്ങൾക്ക് വറക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും വറക്കാം കേട്ടോ. അപ്പോൾ അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ റവ ഒന്ന് വറുത്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് എടുക്കും ഇത് വറുത്തെടുക്കണമെങ്കിൽ. കാരണം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ വറക്കാൻ പാടില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ റവ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം റവ നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരു വാസന വരാൻ തുടങ്ങും റവ റോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റോളം റവ മീഡിയം ഫ്ലെയിമിൽ വറുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് മതിയാക്കാം നമുക്ക്. ഞാനിനി ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കിനി ഈ റവ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ റവ തണുക്കാൻ കാത്തു നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ചൂടോടുകൂടി നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചൂടാറിയതിന് ശേഷം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ സമയം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആ റവ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇതിലോട്ട് ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം ഉപ്പാണ്. ഈ റവാപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അളവാണ്. ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ചേ ഇടാൻ പാടുള്ളൂ. ഉപ്പ് പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് റവ. എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം വളരെ കുറച്ചിട്ട് കൊടുക്കുക. അതിന് ശേഷം അവസാനം പുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന നേരത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ അപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലോട്ട് 1/2 ഗ്ലാസ്സിനേക്കാളും 1 ടേബിൾ സ്പൂൺ കുറവ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കാരണം ഞാനിത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് അറിയാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചൂടുള്ള റവയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ തണുത്ത റവയാണ് ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ ഒഴിച്ച വെള്ളം ചെറിയൊരു ചൂടുവെള്ളമാണെങ്കിൽ അടിപൊളിയായിരിക്കും. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്ലാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യമേ തന്നെ വെള്ളത്തിൽ ആ കറക്റ്റ് അളവ് അറിയണമെന്ന് മാത്രം കേട്ടോ. ക്വാണ്ടിറ്റി മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വരുത്തണം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂടുണ്ട്. കാരണം ഞാൻ ചൂട് റവയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു ചൂടുവെള്ളം ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ലൈറ്റായിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുട്ടിന് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അപ്പോഴേക്കിനും ഈ റവയൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ ഇരുന്ന് കുതിർന്ന് നല്ലൊരു പരുവായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ റവ കുറച്ചും കൂടെ വീർത്തു, കുറച്ചും കൂടെ എമൗണ്ട് കൂടി. അരി വെച്ചുള്ള പുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ അതിൽ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നായിരുന്നു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റവ പുട്ടിൽ പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം റവ പെട്ടെന്ന് തന്നെ സോഗിയായിട്ട് മാറും. അപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ പുട്ട് നനച്ചത് അപ്പോൾ ഇതുപോലെ ഇരിക്കണം, കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പരുവായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ടേസ്റ്റ് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാൻ പോവുകയാണ്. കാരണം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുട്ടിന്. പക്ഷേ പഞ്ചസാര ഇട്ടൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. കാരണം താല്പര്യമില്ലാത്ത ആൾക്കാർ പഞ്ചസാര ജസ്റ്റ് അവോയ്ഡ് ചെയ്യാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനിനി ഒരു കുക്കർ അടുപ്പത്ത് വെക്കാൻ പോവാണ്. കുക്കറിൽ 1/2 ഭാഗം വെള്ളം നിറച്ചതിന് ശേഷം നന്നായിട്ട് കുക്കറിൽ വെള്ളം തിളപ്പിക്കുക. അതിനുശേഷം നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിത് പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ കുക്കറിൽ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് അടച്ചു തന്നെ വെക്കാം. ഞാനിനി കുക്കറിൽ വെള്ളം ചൂടാക്കട്ടെ.
അപ്പോൾ ഞാനൊരു 2 ലിറ്ററിൻ്റെ കുക്കറോട് എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ പകുതി വെള്ളം നിറച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ ഈ വെള്ളം നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഒരു പുട്ടിൻ്റെ മോൾഡ് എടുക്കുക. അപ്പോൾ ഇതേപോലത്തെ മോൾഡ് അല്ലെങ്കിലും നീളത്തിലുള്ള വലിയ കുറ്റി പുട്ടിൻ്റെ മോൾഡ് ആയാലും കുഴപ്പമില്ല. എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് എടുക്കുക. അതിലോട്ട് ഇപ്പോൾ എൻ്റെ എൻ്റെ ചില്ല് കുറേ നാളായി കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചില്ലില്ലാണ്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കുറച്ച് അതിലേക്ക് നാളികേരം വെച്ച് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം നാളികേരം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ ഇത് ഇട്ട് കൊടുക്കുക. ഒരിക്കലും നമ്മൾ ഒരുപാട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കരുത്. പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഹാർഡായിട്ട് മാറും. അത് ഏത് പുട്ടാണെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ ലൂസായിട്ട് ഇടാൻ പാടുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അഥവാ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ടീസ്പൂണൊക്കെ റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ വെള്ളമൊക്കെ വലിച്ചെടുത്തോളും. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാലും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും നമ്മളെ പുട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചിലവർ ഇതിൽ ജീരകം ചേർക്കാറുണ്ട് പുട്ടുണ്ടാക്കും. പക്ഷേ ഞാൻ ജീരകം ചേർക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല. വെറുതെ ഒന്ന് ഇതായിരുന്നു ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് അടയ്ക്കാം. എന്നിട്ട് നമുക്ക് അതിൽ ആവി വരുമ്പോൾ വെച്ച് കൊടുക്കാം. ഇതിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് പുട്ടിൻ്റെ മോൾഡ് വയ്ക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റെങ്കിലും പിടിക്കും. സാധാരണ ഗോതമ്പ് പുട്ടും അതുപോലെ തന്നെ അരിപ്പുട്ടും വേവുന്നതിനേക്കാളും കുക്കിംഗ് ടൈം കുറച്ചും കൂടെ വേണം നമ്മൾ റവ പുട്ട് വെന്ത് കിട്ടാൻ. ചെറിയ മോൾഡിലാണ് വെക്കുന്നത്. അതേസമയം നിങ്ങൾ ഉപയോഗിക്കുന്ന വലിയ മോൾഡാണെന്നുണ്ടെങ്കിൽ അത് നീളത്തിലുള്ള കുറ്റിപ്പുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വേണ്ടി വരും നന്നായി കുക്കായി കിട്ടാൻ കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള മോൾഡ് അനുസരിച്ച് അതിൻ്റെ കുക്കിംഗ് ടൈം നോക്കണം. അപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം അറിയാൻ പറ്റും പുട്ട് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരിക്കണം. അപ്പോൾ 1/2 ഭാഗമെങ്കിലും മിനിമം വെള്ളം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ 10 മിനിറ്റ് നേരം ഈ പുട്ടിന് കുക്ക് ചെയ്യാനുള്ള ആവി കിട്ടുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കറിലത്തെ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ പുട്ട് ശരിയാവില്ല. അപ്പോൾ അതെപ്പോഴും വെള്ളം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ മുൻപായിട്ട് കുക്കറിൽ വെള്ളം ചെക്ക് ചെയ്യുക. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം തിളച്ച് വരുന്ന സമയത്ത് മാത്രം അടുത്ത പുട്ടിൻ്റെ കുറ്റി വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഒന്ന് കുറയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കയ്യിൽ ആവി കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ മാത്രം പിടിച്ചിട്ട് പതുക്കെ എടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് നമ്മുടെ പുട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള റവ പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണിത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പുട്ടും ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തെ പുട്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലത്തെ വെള്ളം ചെക്ക് ചെയ്തു. അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അത് എൻഷുർ ചെയ്തതിന് ശേഷം മാത്രം പുട്ട് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം പുട്ടിനുള്ള പുട്ടുകുറ്റിയിലോട്ട് ഇടുന്നതിന് ശേഷം ബാക്കിയുള്ള പുട്ട് എപ്പോഴും മൂടി വയ്ക്കാൻ മറക്കരുത്. അതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ട് മാറും. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് റവയ്ക്ക് ഇതുപോലത്തെ 2.5 പുട്ടാണ് കിട്ടുക ഏകദേശം. അപ്പോൾ ഇതെപ്പോഴും ചൂടോടുകൂടി കഴിക്കുന്നതിനാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുക. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കി ഒരു പുട്ട് കൂടുതലായിട്ടുണ്ടായി, പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല കട്ടിയായിട്ട് മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ പുട്ടിൻ്റെ മോഡലിലോട്ട് പുട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. ചിലർ ചോദിക്കാറുണ്ട് രാത്രി നനച്ച് വെച്ചിട്ട് നമുക്ക് രാവിലെ പുട്ടുണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാറ്. അതേസമയം ഞാൻ പറഞ്ഞ പോലെ പുട്ടുണ്ടാക്കി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ഇതുപോലെ തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പുട്ട് കഴിക്കാൻ പറ്റും. നമ്മുടെ ചെറുപയർ പുഴുക്കിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതായത് പയർ പുഴുക്കാണെങ്കിലും അതുപോലെ തന്നെ കടലക്കറി, ചിക്കൻ കറി, ബീഫ് കറി ഏതിൻ്റെ കൂടെയും പോകുന്ന ഒരു ഐറ്റമാണ് പുട്ട് അല്ലേ. അപ്പോൾ റവ പുട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ വീട്ടിലും റവ ഉണ്ടാവും. റവ ഇല്ലാത്ത വീടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പുട്ടാണിത്. ഈ പുട്ട് ഞാൻ 1 മണിക്കൂറിന് മുമ്പ് ഉണ്ടാക്കിയ പുട്ടാണ്. എന്നിട്ട് ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന വെള്ളമാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം. അതുപോലെ തന്നെ ചൂട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ റവ ചൂടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം ചൂടുണ്ടായിരിക്കണം. പക്ഷേ ഒരിക്കലും ഒരുപാട് ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. ചെറിയ ചൂടുവെള്ളം, നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിൽ ചൂടുവെള്ളം മാത്രം ഒഴിക്കുക. അപ്പോൾ കുറച്ച് പുട്ടും കറിയും കൂടെ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ, നിങ്ങളുടെ പെർമിഷനോട് കൂടിയിട്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും 1 ഗ്ലാസ് റവയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിനേക്കാളും 1 ടേബിൾ സ്പൂൺ വെള്ളം കുറച്ചിട്ട്, 1/2 ഗ്ലാസ് ആകുമ്പോൾ കുറച്ച് വെള്ളം കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത്രയും നോക്കിയിട്ട് ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മെമ്പേഴ്സ് കൂടുതലുള്ള വീടാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് റവ വേണ്ടി വരും. 2 ഗ്ലാസ് റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എത്ര പുട്ട് കിട്ടും? 5 പുട്ട് കിട്ടും അല്ലേ. അപ്പോൾ 5 പുട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് റവ ഉപയോഗിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം വേണ്ട, 1 ഗ്ലാസ്സിനേക്കാൾ 2 ടേബിൾ സ്പൂൺ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
അതാണ് ഏകദേശം ഒരു കണക്ക്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള അതേസമയം സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ റവ പുട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അത് തരികളിങ്ങനെ കിട്ടണം. പഞ്ചസാര കൂടുതലായോ ശരിയാണ്ടില്ല. നോക്കോ നീ ആരെങ്കിലും വായന വെള്ളം വരാത്തവരുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അങ്ങനെ കൊതിപ്പിക്കല്ലടാ ആൾക്കാർ. അതെന്തായിരുന്നു പട്ടിക്കുട്ടീനെ വിളിക്കണം. ഇത് ഞാൻ തന്നെ തിന്നുന്നത് എന്ത് രസമായിരിക്കും. അയ്യോ, ഇതിന് എന്ത് എക്സ്പ്രഷൻ പറയാ നമ്മുടെ ജഗതിയുടെ ഇതിൽ പറയുകയാണെങ്കിൽ? ഇത് സ്പെഷ്യൽ കണ്ടാണ്. ഇത് ഒരു വായ വെച്ചോ. ഭയങ്കര മതി. കാരണം പ്രാവും ക്യാമറ ബാക്കിലോട്ട് പോന്നു.